സുഹൃത്തുക്കളെ, നമ്മുടെ അവരുടെയും പ്രിയങ്കരനായ മാത്യു സാമുവൽ അച്ചായൻ അവറുകളും, ജനം TV ചാനലിന്റെ അനിൽ നമ്പിയാരും, മറുനാടൻ ചാനലിന്റെ സക്രിയ സാറും, അവരുടെ സഹായികളായ ലക്ഷത്തോളം വരുന്ന സംഘപരിവാറുകാരും കാസക്കാരും ഇസ്രായേലിലോട്ട് IDF-നെ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവിടെ ചെന്ന് മുസ്ലിം തീവ്രവാദികളെ കൊന്ന് പ്രശ്നം തീർക്കാനാണ് അവർ പോകുന്നത്. ഇതിനെപ്പറ്റി നമ്മുടെ രവിസാർ, അതായത് SS രവിസാർ പറയുന്നത്, ഇസ്രായേൽ ഒരു മതരാജ്യമാണ്, ഹമാസും ഒരു മതരാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ പണമുണ്ട്, ശാസ്ത്രമുണ്ട്, ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. യേശുവിന് രണ്ടാമത്തെ വരവ് വരാൻ ജെറുസലേം ജൂതന്മാരുടെ അധീനതയിലാവേണ്ട ആവശ്യമുണ്ട് എന്നാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനെയും പോലെയുള്ള സയണിസ്റ്റ് ക്രിസ്ത്യാനികൾ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ജെറുസലേമിനെ ജൂത അധീനതയിലാക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ഒരു മത തീവ്രവാദമാണോ എന്ന് അറിയില്ലെന്നാണ് രവിചന്ദ്രൻ സാർ പറയുന്നത്. കാരണം അവരുടെ പേരൊന്നും അബൂബക്കറോ അല്ലെങ്കിൽ ഖാദറോ ജബ്ബാറോ ഒന്നുമല്ല. വളരെ സുന്ദരമായ പേരുകളാണ്. ബൈഡൻ, മാത്യു, ലൂക്ക്, ജോൺ എന്നൊക്കെയാണ്. മാത്രമല്ല അവർ ഷോട്ടും കൂട്ടിട്ടിട്ടൊക്കെയാണ് വരുന്നത്. അതിൻ്റെതായ ഒരു ഭംഗി അവർക്കുണ്ട്. മാത്രവുമല്ല, അവർ മുസ്ലിം തീവ്രവാദികളെ പോലെ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നില്ല. അവർ ഒളിച്ചിരിക്കുന്നത് ആറ്റം ബോംബിന്റെയും അല്ലെങ്കിൽ സൂപ്പർ F-35 എന്നൊക്കെ പറയുന്ന ആകാശങ്ങളിൽ മറ്റുള്ളവർക്ക് റഡാറിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഒളിച്ചിരിക്കുന്നത്. അത്യാധുനികമായിട്ടാണ് അവർ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജികൾ വെച്ച് ഒളിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഭീരുക്കളല്ല. ഇപ്പം നെതന്യാഹു ഒക്കെ ബുള്ളറ്റ് പ്രൂഫ് പോലും ധരിക്കാതെ, ഒരു മിലിറ്ററിയുടെയും സാന്നിധ്യമില്ലാതെ ഗസയിൽ പോയിട്ട് 1,00,000 ഹമാസ് തീവ്രവാദികളോട് പോയിട്ട് വെല്ലുവിളിക്കുകയാണ്. വാടാ, എൻ്റെ കയ്യിൽ ആയുധമില്ല, ബോംബില്ല, ഫൈറ്റർ ജെറ്റില്ല, വാ അടി എന്ന് പറയുമ്പോഴും ഹമാസ് തീവ്രവാദികൾ പേടിച്ച മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ആ നെതന്യാഹുവിനെ ഒരു മത തീവ്രവാദി എന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് രവിചന്ദ്രൻ സാർ പറയുന്നത്. ഒരുപക്ഷെ അവർ പുണ്യഭൂമി എന്ന് കരുതി ആ ഭൂമിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇന്തോനേഷ്യ പോലുള്ള നാടുകളിലേക്ക് ഗസക്കാരെ നാടുകടത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. തോന്നേണ്ട കാര്യവുമില്ല. തോന്നിയാലും കുഴപ്പമില്ല, തോന്നിയില്ലേലും കുഴപ്പമില്ല. അതൊരു വലിയൊരു വിഷയമായിട്ട് കരുതണമെന്നുണ്ടെങ്കിൽ കരുതാം, കരുതണ്ടെന്നെങ്കിൽ കരുതണ്ടെന്നുണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലിലേക്ക് പോകുന്ന മാത്യു സാമുവൽ അച്ചായരും മറ്റ് സംഘപരിവാർ ചാനലുകാർക്കും കാസ ചാനലുകാർക്കും എൻ്റെ മതേതരമായ മാനുഷികമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇവർക്കെതിരെ ഇന്ത്യൻ സർക്കാർ കേസെടുക്കില്ല എന്ന് വളരെ ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മതമെന്ന് പറയുമ്പോൾ അത് ഇസ്ലാം മതം മാത്രമാണ്. മത തീവ്രവാദം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാം മത തീവ്രവാദം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രകോപനപരമായ വീഡിയോകളും കണ്ടന്റുകളും ഇറക്കുന്നു എന്നൊക്കെ മുസ്ലിം തീവ്രവാദികൾക്കും മുസ്ലിം സ്വത്വവാദികൾക്കുമൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതിനനുസരിച്ച് നിയമമുണ്ടാക്കലല്ല നമ്മുടെ മഹാനായ മോദി അവറുകളുടെ പണി. ബൽക്കിസ് ബാനുവിനെ പോലെയുള്ള മുസ്ലിം തീവ്രവാദികളെ ബലാത്സംഗം ചെയ്തവരെ അനുമോദിച്ച അല്ലെങ്കിൽ അതിനനുവദിച്ചൊരു പാരമ്പര്യമാണ് നമ്മുടെ സംഘപരിവാരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദികൾ എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളുടെ പണി അങ്ങ് തുടരും എന്നാണ് സംഘപരിവാറുകാർ പറയുന്നത്. അതൊരു വലിയൊരു തെറ്റായൊരു സംഗതിയൊന്നുമല്ല. അതിൽ എന്താണ് കുഴപ്പം? അതിൽ തെറ്റാണെങ്കിലും തെറ്റല്ലെങ്കിലും അതല്ലേ ശരി എന്നാണ് രവിചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ 25 മണിക്കൂർ പ്രസംഗത്തിൽ തിരിച്ചും മറിച്ചും പറഞ്ഞത്. തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള രവിചന്ദ്രൻ സാറിന്റെ ഫാനുകൾക്ക് അത് വിഷയമല്ല. ഞങ്ങളത് അംഗീകരിക്കുന്നു. രവിചന്ദ്രൻ സാർ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. ചില സ്വത്വ സുടുക്കൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ തോന്നും. പക്ഷെ അത് അവൻ്റെ ഉള്ളിലുള്ള മത തീവ്രവാദം ഇപ്പോഴും ഇറങ്ങാത്തത് കൊണ്ടാണ്. അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പക്ഷപാതമില്ലാതെ ഒരു മുസ്ലിം തീവ്രവാദിയെയും ഒരു ഇടതുപക്ഷ തീവ്രവാദിയെയും ഭയക്കാതെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.